അതായത് ഈ പാലക്കാട് മണ്ഡലം പുനർനിർണയം ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ ജയിച്ചിട്ടില്ല. 2016 ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ 2016 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 3-ാം സ്ഥാനത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തില്ല? രാഷ്ട്രീയമായ സ്വാധീനക്കുറവ് ആരോടൊപ്പമില്ല? UDF രാഷ്ട്രീയത്തിനോടൊപ്പം ഈ മണ്ഡലത്തില്ല. നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഈ ചോദ്യം ഞങ്ങൾ ആലത്തൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതെങ്കിൽ ഈ ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം ഞങ്ങളെ തോൽപ്പിക്കാൻ മാത്രം ശേഷിയുള്ള രാഷ്ട്രീയം UDFനും BJPക്കും ആലത്തൂർ മണ്ഡലത്തിലില്ല. പാലക്കാടിലെ മറ്റു മണ്ഡലങ്ങളിൽ ഏതിലുമില്ല. ഞങ്ങൾ ജയിച്ച തൃത്താലയിലില്ല, പട്ടാമ്പിയിലില്ല, ഷൊർണൂരില്ല, ഒറ്റപ്പാലമില്ല, കോങ്ങാടില്ല, ചിറ്റൂരില്ല, നെമ്മാറയില്ല, തരൂരില്ല, ആലത്തൂരില്ല. അവിടെയല്ല ഞങ്ങളിത് പരീക്ഷിച്ചത്. ഞങ്ങൾ പരീക്ഷിച്ചത് പാലക്കാട് ഞങ്ങൾക്ക് കോൺഗ്രസിന് മറികടക്കാനുള്ള രാഷ്ട്രീയ വോട്ട് കുറവാണ് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിലാണ് പൊതുവായി ഞങ്ങളുടെ രാഷ്ട്രീയ വോട്ടിനപ്പുറം, ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടിനപ്പുറം പൊതു സമ്മതനായ ഒരാളെ നിർത്തിയാൽ മറ്റ് വോട്ടർമാരെ കൂടി അദ്ദേഹത്തിന്റെ പൊതു സ്ഥാനാർത്ഥത്തെ അംഗീകരിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്യും എന്നുള്ള ധാരണ ഞങ്ങൾക്ക് ഇപ്പോൾ ശരിയാണ് എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയുന്നുണ്ട്. അതാ ആ കാര്യത്തിൽ പറയാനുള്ളത്.